ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഡേയിലെ ഒരു കുട്ടി വ്ലോഗാണ് ഇന്ന്. ചേട്ടയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുവാണ്. വേറൊന്നുമല്ല, ചേട്ടയുടെ അമ്മയെ കാണിക്കാനായിട്ടാണ്. അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ ഉള്ളതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാനാണെങ്കിൽ അടുക്കിപ്പെറുക്കലും തൂക്കലും തുടക്കലും ഒക്കെ തന്നെയായിരുന്നേ. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നമ്മളൊന്നും സെറ്റൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നേ. ചേട്ടൻ രാവിലെ തന്നെ പോയത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാതെ ദേ ഈ ഒരു കാപ്പിയിലും ബിസ്ക്കറ്റിലും അങ്ങ് ഒതുക്കിയേ. അങ്ങനെ അടുക്കി പെറുക്കി അടുക്കള വരെ എത്തിയപ്പോഴാണ് പുറത്തൊരു സൗണ്ട് കേട്ടത്. വന്ന് നോക്കിയപ്പോഴത്തേക്കും തലേന്ന് ബിരിയാണി കൊണ്ടുവന്ന ചെമ്മിൻ്റെ പുറത്ത് ദേ ഇരിക്കുന്ന ഒരു വലിയ പരുന്തേ. കുറേ സമയം അത് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ദേ ആശാൻ അടുക്കളയിൽ കയറിയിട്ട് ബിരിയാണിയൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കുവാണേ. തലേന്നത്തെ കുറച്ച് മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് അത് ആവി കയറ്റി കഴിക്കാമെന്ന്, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ചീത്തയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളതേ ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടായിരുന്നേ വന്നിട്ടുണ്ടായിരുന്നത്. കിവിയുടെ ഫ്ലേവർ ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം. പിന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പായസം ഉണ്ടാക്കലാണ്. കുറച്ചല്ല, കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ടൈമാണ് വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ പായസം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ എന്തിനാണെന്നല്ലേ, നമ്മൾ ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞില്ലേ ഫംഗ്ഷന്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് മധുരം നമ്മളുടെ താമസത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കാമെന്ന് കരുതി ഉണ്ടാക്കിയതായിരുന്നേ. പിന്നെ സന്ധ്യ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടപ്പെട്ട അടുത്തുള്ള കുറച്ച് ബന്ധുക്കൾക്കൊക്കെ നമ്മൾ പായസമൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നേ. അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. തട്ടുകടയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തുമ്പം സമയം 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫസ്റ്റ് ഡേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണേ പോയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.